നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പല ആളുകൾക്കും പറയാനുണ്ടാകും. കാരണം മൊബൈൽ ഫോൺ വാങ്ങി ഒരു വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് ചോർന്നു പോകും. പല ആളുകളും ഒരു ദിവസം പോലും പൂർണ്ണമായിട്ട് ചാർജ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ചെറിയ 1-2 സെറ്റിങ്സ് മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് വളരെ ലോങ് ടൈമിൽ നിങ്ങൾക്ക് ചാർജ് നിൽക്കുന്നത് കാണാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള 2-3 സെറ്റിങ്സാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ബാറ്ററി എന്ന് കാണാൻ സാധിക്കുക. ഈ ബാറ്ററി എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന നേരം താഴെ ഭാഗത്തേക്ക് വരാം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ചാർജിങ് ലിമിറ്റ് എന്നുള്ള ഓപ്ഷൻ, ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 80% ചാർജ്, നമ്മൾ സാധാരണ ചാർജ് ചെയ്യുന്ന സമയത്ത് 100% ചാർജിൽ വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിന് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും, ചാർജറിന് കംപ്ലയിൻറ്റ് വരും, ബാറ്ററി ലീക്ക് വരും, നമ്മുടെ ചാർജ് പെട്ടെന്ന് തീർന്നു പോകും. പിന്നെ ചാർജിങ് പെട്ടെന്ന് നമുക്ക് ഒരുപാട് സമയത്തേക്ക് കിട്ടില്ല. ഏകദേശം 80% ചാർജ് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ സമ്മതിക്കരുത്. 20% മൊബൈൽ ചാർജിലിടുക. ഈ 2 കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പുതിയ മൊബൈൽ ഫോൺ വാങ്ങുന്ന ആളുകളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. ഒരു വർഷം കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് തീർന്നു പോകുന്ന പ്രശ്നമൊക്കെ ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് എനേബിൾ ചെയ്യുക. ഇത് എനേബിൾ ചെയ്താൽ 80% ആകുമ്പോൾ ചാർജറിൽ ഡിസ്കണക്റ്റ് ആകും. അതായത് ചാർജ് കയറില്ല, 80% സ്റ്റോപ്പാകും. ചാർജ് തീരുന്ന സമയത്ത് 20% താഴോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് വന്നാൽ മോർ സെറ്റിങ്സിലുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ കുറേ ഓപ്ഷൻസുകൾ കാണാം. ഇവിടെ ഏറ്റവും മുകളിൽ ഹൈ പെർഫോമൻസ് മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് എനേബിൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്ഷൻ ചോദിക്കും, ഓക്കെ കൊടുക്കുക. ഇത് എനേബിൾ ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നല്ല ഹൈ പെർഫോമൻസ്, നല്ല സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്താൽ. കാരണം ഇങ്ങനെ ഹൈ പെർഫോമൻസ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ചാർജ് പെട്ടെന്ന് ഉപയോഗിക്കുക മാത്രമല്ല, നിങ്ങളുടെ ഡിവൈസ് ഭയങ്കര ഹീറ്റാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമുള്ളവർ, മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കുറവാണ് എന്നൊക്കെ തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ മാത്രം ഇത് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം ഷോ ബാറ്ററി ലെവൽ ഇൻ സ്റ്റാറ്റസ് ബാർ എന്ന്. എല്ലാ ഫോണിലും ഉണ്ടായിരിക്കും, ഓരോ വ്യത്യസ്ത ലൊക്കേഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻസ് കാണും. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഐക്കണാണ്, അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ബാറ്ററി സ്റ്റൈൽ, നമുക്ക് ബാറ്ററി ഏത് ലെവലാണ്, ഏത് സ്റ്റൈലിലാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ഇതുപോലെ ഹൊറിസോണൽ മോഡലാണ് അല്ലെങ്കിൽ വെർട്ടിക്കൽ മോഡലാണ് വേണ്ടത്, ഏത് മോഡലാണ് നിങ്ങൾക്ക് ചാർജ് ഐക്കൺ നിങ്ങളുടെ സ്ക്രീനിൽ കാണിക്കേണ്ടതെങ്കിൽ അതുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ കാണുന്ന ഭാഗത്ത് ബാറ്ററി പെർസെൻറ്റേജ്, അധികം ആളുകൾക്കും ബാറ്ററി എത്ര പെർസെൻറ്റേജ് തീർന്നു എന്നറിയാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അത് ഇവിടെ ഇത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ബാറ്ററി പെർസെൻറ്റേജ് എങ്ങനെയാണോ വേണ്ടത്, ബാറ്ററിക്ക് അകത്താണോ വേണ്ടത് അല്ലെങ്കിൽ ഇതുപോലെ ബാറ്ററിക്ക് പുറത്താണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ പെർസെൻറ്റേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ശതമാനം ബാറ്ററി തീർന്നു എന്നും എത്ര ശതമാനം ബാറ്ററി ഉണ്ടെന്നൊക്കെ വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.